ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പൈ ബ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ 3 യൂണിക് ഗാഡ്ജറ്റ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറൻറ്റ് മൗസ്. ഈ മൗസിനെ മറ്റുള്ള മൗസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസിയാണ്. അതായത് നമുക്ക് ഈ മൗസിനുള്ളിലെ എല്ലാ പാർട്സും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലെ പാർട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു ഡോങ്കിൾ വരുന്നുണ്ട്. പിന്നെ ഇതിന് സി പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഇതൊരു വയർലെസ് മൗസാണ്. അപ്പോൾ നമുക്കിത് ചാർജ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഈ കവർ വരുന്നത് മാഗ്നറ്റിക് കവറാണ്, നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ സാധിക്കും. എന്നിട്ട് ഈ ഡോങ്കിൾ പുറത്തെടുത്ത് അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മൗസൊക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതൊന്നുമില്ല, വളരെ സൈലൻ്റ് ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ പോലും അറിയത്തില്ല, അത്രയ്ക്ക് സൈലൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഹാൻഡ് ഫീലും അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. ക്ലോക്ക് വിത്ത് സ്പീക്കറാണ് ഇന്നത്തെ സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇതൊരു ക്ലോക്കാണ്. ഇതിൽ ടൈം മാത്രമല്ല റൂം ടെമ്പറേച്ചറൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട് ഇൻബിൽട്ടായിട്ട്. അപ്പം ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. വലിയ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ലൗഡ്നെസ്സും ഒന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതിലൊരു 5 വാട്ട്സിൻ്റെ സ്പീക്കറാണ് വരുന്നത്. പിന്നെ നമുക്ക് റൂമിലിരുന്ന് മൂവീസൊക്കെ കാണുമ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ മൾട്ടി ഫങ്ഷണൽ ക്ലോക്കിൽ ഒരു പെൻ ഹോൾഡറും അതുപോലെ തന്നെ ഒരു മൊബൈൽ ഹോൾഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. ഫയർ ലാമ്പ് വിത്ത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇന്നത്തെ ലാസ്റ്റ് ഗാഡ്ജറ്റ്. ഈ 3 ഗാഡ്ജറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഗാഡ്ജറ്റാണ്, ഫയർ ലാമ്പ് വിത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ. കാരണം പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പെട്രോമാക്സ് ഓയിൽ ലാമ്പിനെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഷേപ്പും ഡിസൈനും ഒക്കെയാണ് ഈ ഒരു ലാമ്പിന് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലെയിംസ് പോലെ ഇതിങ്ങനെ കത്തുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ഡെക്കറേഷൻ ലൈറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലൊരു 15 വാട്ട്സിൻ്റെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ലൗഡ്നെസ്സും ഒക്കെ നൽകുന്നുമുണ്ട്. അപ്പം ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എനിക്ക് ഈ 3 പ്രൊഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് ഈ ഫയർ ലാമ്പ് വിത്ത് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.